താരയും രാജുവും തന്മയോളയും കൊണ്ട് രാവിലെ തന്നെ ചമ്പമംഗലത്തിലെത്തി. 10 മണിക്കാണ് കാശിയുടെ വീട്ടിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത്. 9:30 ആയിട്ടും നീല ഒരുങ്ങാതെ റൂമിൽ ചടഞ്ഞുകൂടിയിരിക്കുന്നത് കണ്ട താര അവിടേക്ക് ചെന്നു. അവളെ നിർബന്ധിപ്പിച്ചു കൂടെ കൂട്ടി. രാവിലെ തനുവും കാശിയും അമ്പലത്തിലേക്ക് തിരിച്ചു. കാശിയുടെ ബുള്ളറ്റിൽ ചേർന്നിരുന്ന് പോകുമ്പോൾ തനു വീണ്ടും ഓർമ്മകളിലേക്ക് പോയി. മുമ്പും പോയിട്ടുണ്ട് ഇതുപോലെ. പക്ഷേ അന്നൊന്നും ഇല്ലാത്തൊരവകാശം ഇപ്പോൾ തനിക്കുണ്ട്, കാശിയുടെ ഭാര്യ പദവി. പക്ഷേ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും കാശിയിൽ നിന്നും ഒരു വെളിപ്പാടകലെ പോലും താൻ എത്തിയിട്ടില്ലല്ലോ എന്നവൾ ഓർത്തു. 11 മണിക്ക് മുന്നേ തനുവിൻ്റെ വീട്ടുകാർ ചെറുതുരുത്തിയിലെ കാശിയുടെ വീട്ടിൽ എത്തിയിരുന്നു. ഉള്ളിലെ ദുഃഖങ്ങൾ ഒന്നും ആരെയും അറിയിക്കാതെ അവരിരുവരും സന്തോഷം അഭിനയിച്ചു നിന്നു. തനുവിൻ്റെ ശരീരത്തിലെ മുറിപ്പാടുകൾ കാണുന്ന കണ്ണുകൾ തനിക്ക് നേരെ നീങ്ങുന്നത് കാശി അറിയുന്നുണ്ടായിരുന്നു. എല്ലാത്തിനും മറുപടി എന്നോണം അവനൊരു പുഞ്ചിരി അണഞ്ഞു. എല്ലാം അറിഞ്ഞിട്ടും തരുണും തനയും ഒന്നും ചെയ്യാനാകാതെ നിന്നു. ഊണു കഴിഞ്ഞ് എല്ലാവരും വട്ടം കൂടിയിരുന്ന് സംസാരിക്കുമ്പോൾ സീത നീലുവിനോട് ഒരു പാട്ട് പാടാൻ പറഞ്ഞു. അവർക്ക് പണ്ടേ അവളെ ജീവനാണ്. മറ്റുള്ളവരും അവരെ പിന്താങ്ങി. അപ്പോൾ പോലും കാശിയുടെയോ തനുവിൻ്റെയോ ഒരു നോട്ടം തൻ്റെ നേരെ വീഴാത്തത് അവളെ ദുഃഖിപ്പിച്ചു. എങ്കിലും അവൾ മനോഹരമായി പാടി. അവൾ പാടി നിർത്തിയപ്പോഴേക്കും എല്ലാവരും ആവേശത്തോടെ കൈയടിച്ചു. തനുവിൻ്റെ മുഖവും അല്പം തെളിഞ്ഞു. നീലു പലതവണ അവരോട് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും രണ്ടാളും ഒഴിഞ്ഞു മാറി. കാശിയുടെ കാര്യത്തിൽ അവൾക്ക് വലിയ വേദന തോന്നിയിട്ടില്ല. പക്ഷേ ഏട്ടന്മാരുടെയും തനുവിൻ്റെയും മൗനം അവളെ കീറി മുറിച്ചു. പിറ്റേന്ന് ചമ്പമംഗലത്തേക്ക് ചെല്ലാൻ തനുവിനെയും കാശിയെയും ക്ഷണിച്ചിട്ടാണ് എല്ലാവരും മടങ്ങിയത്. നാളെ വീട്ടിൽ വരുമ്പോൾ എല്ലാം സംസാരിച്ച് പരിഹരിക്കാം എന്ന് നീലു ഉറപ്പിച്ചു. കാശിയേട്ടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? രാത്രി കട്ടിലിൽ തനിക്കരികിൽ വന്നിരുന്ന തനുവിനെ കാശി ഒന്ന് നോക്കി. എന്തോ കുരുത്തക്കേടാണെന്ന് മനസ്സിലായി. ചോദിച്ചോ? തനൊരു ചമ്മയെ ചിരിച്ചിരിച്ചു. അതല്ല, കാശിയേട്ടൻ എപ്പോഴെങ്കിലും നീലുവിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അയ്യേ, ഭാര്യയുടെ സഹോദരിയെ ഓർത്തിരിക്കാൻ ഞാൻ അത്തരക്കാരനല്ല നഹീഹെ. കാശിയുടെ പ്രത്യേക ഇനത്തിലുള്ള സംസാരം കേട്ട് തനു അവനെ കൂർപ്പിച്ചു നോക്കി. ശരി, നീ പറ, എന്താ ഇപ്പോൾ എൻ്റെ തനുവിന് അറിയേണ്ടത്? അതിപ്പോൾ നീല സുന്ദരിയല്ലേ? നല്ല ഗോതമ്പിൻ്റെ നിറം, നിറയെ പീലിയുള്ള കണ്ണ്, കവിളൊക്കെ പറയുന്നത് പോലെ ചോര തുടുത്തുന്ന ചുണ്ട്, ഡാൻസർ ആയതുകൊണ്ട് നല്ല ബോഡി ഷേപ്പും ഉണ്ട്. പോരാത്തതിന് പാട്ടുകാരിയും, പിന്നെ നന്നായി കുക്കിംഗ് ചെയ്യും. എല്ലാം കൊണ്ടും എന്നെക്കാളും ഒരുപടി മുന്നിലല്ലേ അവൾ. എന്നിട്ടും കാശിയേട്ടൻ എന്താ എന്നെ തിരഞ്ഞെടുത്തത്? കാശി പൊട്ടിച്ചിരിച്ചു പോയി. എന്നെ എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടത് ചേട്ടാ എന്ന് ചോദിക്കാതെ ഏതെങ്കിലും ഒരു ഭാര്യയോ കാമുകയോ ഈ ഭൂമുഖത്തുണ്ടാകുമോ മഹാദേവ? കാശിയുടെ ആ തമാശ ആസ്വദിക്കാൻ തനുവിനായില്ല. അവൾ അവൻ്റെ മറുപടിക്കായി കാതോർത്തു. എന്തുകൊണ്ടാണ് നിന്നെ സ്നേഹിച്ചതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പെണ്ണെ. ഒന്നറിയാം, മറ്റെന്തിനേക്കാളും തീവ്രമായി ഭ്രാന്തമായി ഞാൻ നിന്നെ പ്രണയിക്കുന്നു. നിനക്കുണ്ടായ ദുരന്തത്തിൽ നിന്നെക്കാളും ഉരുകുന്നത് ഞാനാണ്. അതവൻ നിന്നെ തൊട്ടതുകൊണ്ടല്ല, നിന്റെ മനസ്സിൽ ആ സംഭവം ആഴത്തിൽ മുറിവേൽപ്പിച്ചതിനാലാണ്. പിന്നെ പറയാനാണെങ്കിൽ നീലു മാത്രമല്ല, അവളെക്കാളും സൗന്ദര്യമുള്ളവർ, കഴിവുള്ളവർ, പ്രശസ്തനായവർ, അങ്ങനെ പലരും പല കാര്യങ്ങൾ എൻ്റെ മുന്നിലേക്ക് വന്നിട്ടുണ്ട്. അവരെല്ലാം എന്നെ പ്രപ്പോസ് ചെയ്തു എന്നല്ല അർത്ഥം. ഞാൻ കൂടി മനസ്സ് വെച്ചിരുന്നെങ്കിൽ നടന്നേനെ. പക്ഷെ അവർക്ക് എന്നെ ഉപാധികളല്ലാതെ സ്നേഹിക്കാനോ എൻ്റെ കുഞ്ഞു കുഞ്ഞു കുറ്റങ്ങൾ ക്ഷമിച്ചു തരാനോ ഏത് ദുഃഖത്തിലും വേദനയിലും കൂടെ നിൽക്കാനോ ഉള്ള മനസ്സ് ഉണ്ടെന്ന് തോന്നിയില്ല. ആ മനസ്സ് ഞാൻ കണ്ടത് നിന്നിലാണ്. തന് സംശയത്തോടെ കാശിയെ നോക്കി. മര്യാദക്ക് ഒന്ന് സംസാരിക്കുക പോലും ചെയ്യാതെ കാശിയേട്ടന് എന്നെ മനസ്സിലാക്കാൻ പറ്റിയോ? അതിനെനിക്ക് നിന്നോടൊരു ലവ് അറ്റ് ഫസ്റ്റ് സ്റ്റേറ്റ് ഒന്നും അല്ലായിരുന്നു തനു. ഒറ്റ കാഴ്ചയിൽ ഭംഗി കണ്ട് സ്നേഹിക്കാനും ജീവിതത്തിൽ കൂടെ കൂട്ടാനുമൊക്കെ ആർക്കെങ്കിലും പറ്റുമോ എന്നെനിക്കറിയില്ല. അങ്ങനെയുള്ളവർ ഉണ്ടാകാം. എനിക്കെന്തായാലും അങ്ങനെയല്ല. നിന്നെ കണ്ടറിഞ്ഞു മനസ്സിലാക്കിയാണ് ഞാൻ സ്നേഹിച്ചത്. എന്തൊക്കെ സംഭവിച്ചാലും നീ എന്നെ വിട്ടുപോകില്ല എന്ന ഉറപ്പ്, നിന്റെ സ്നേഹം, അതുമാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. പിന്നെ എൻ്റെ തനു സുന്ദരിയല്ലേ? നിന്നെക്കാളും സൗന്ദര്യം മറ്റാരിലും ഞാൻ കണ്ടിട്ടില്ല പെണ്ണെ. തനു അവൻ്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്നു. ഹൃദയത്തിൽ തറക്കുന്ന അവൻ്റെ നോട്ടം ഒരു നിമിഷം അവൾ ലജ്ജയുടെ പൂക്കൾ വിരിയിച്ചുവെങ്കിലും അടുത്ത നിമിഷത്തിൽ തന്നെ അത് കൊഴിഞ്ഞുപോയി. പിറ്റേന്ന് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ അവർ തനുവിൻ്റെ വീട്ടിലെത്തി. എല്ലാവർക്കുമുള്ള പുതുവസ്ത്രങ്ങൾ കയ്യിൽ കരുതിയിരുന്നു. അത് കൊടുക്കുമ്പോൾ പോലും തനു നീലുവിനെ നോക്കിയില്ല. വീട്ടിൽ എല്ലാവരും തനുവിനെയും കാശിയെയും സ്നേഹത്തോടെ സ്വീകരിച്ചിരുത്തി. അവൾക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ തയ്യാറാക്കാനും ഊട്ടാനും അവർ മത്സരിച്ചു. അവളോട് സംസാരിക്കാൻ എല്ലാവരും ആവേശപൂർവ്വം അടുത്തുകൂടി. നീലുവിനെ മാത്രം തനു മനഃപൂർവ്വം ഒഴിവാക്കി. ഒടുവിൽ അവൾ പുറകെ വന്നപ്പോഴേക്കും തനു തൻ്റെ മുറിയിൽ കയറി കതകടച്ചു. നോക്കുമ്പോഴുണ്ട് കാശി കട്ടിൽ ഇരുന്ന് വയറ് പൊത്തിച്ചിരിക്കുന്നു. എൻ്റെ അമ്മേ, എന്നെക്കൊണ്ട് വയ്യ. 2 ശരീരവും ഒരു ആത്മാവുമായി കഴിഞ്ഞവരാ. എന്തൊക്കെയായിരുന്നു? ഒരു പാത്രത്തിലെ കഴിക്കൂ, ഒരു പായയിലെ കിടക്കൂ. ഇപ്പോൾ നേരിൽ കണ്ടാൽ മിണ്ടില്ല. അല്ല,
തനു, നിനക്കെന്താ അവളോട് മിണ്ടിയ? പാവമല്ലേ എൻ്റെ നീലു. നിങ്ങളെ നീലുവോ? എന്നാൽ പിന്നെ പോയി അവളുടെ കൂടെ കിടന്നു. തനു വീണ്ടും പഴയ തനുവായി. കാഴ്ചയെ വലിച്ചു കട്ടിലിൽ നിന്ന് താഴെ ഇടാൻ നോക്കി. അവൻ കയ്യിൽ പിടിച്ചു വലിച്ച് അവളെ തൻ്റെ മേലിലേക്ക് കിടത്തി. ഒരു കണക്കിന് അത് നല്ലതാ തനു. അവളുടെ ഈ മാറ്റത്തിന് എനിക്കത്ര വിശ്വാസം പോരാ. അതെന്താ അങ്ങനെ? അതിപ്പോ അങ്ങനെ പെട്ടെന്നൊരു ദിവസം കൊണ്ട് മാറാൻ ആർക്കെങ്കിലും പറ്റുമോ? പറ്റിയാൽ തന്നെ ഒരു സാഹചര്യം വരുമ്പോൾ അവർ പിന്നെയും പഴയ പോലെ ആകും. പിന്നെ നീലുവിൻ്റെ കാര്യത്തിൽ എല്ലാവരുടെയും കണ്ണിൽ പൊടിയിടാൻ ഉള്ള നാടകം ആണ് അവളുടേത് എന്ന് എനിക്ക് സംശയമുണ്ട്. തനു ഒന്നും മിണ്ടിയില്ല. അവൾക്കും എന്തൊക്കെയോ സംശയങ്ങൾ തോന്നിയിരുന്നു. ഈ സമയം തൻ്റെ മുറിയിൽ ഭ്രാന്ത് പിടിച്ചിരിക്കുകയായിരുന്നു നീലു. തനുവിനോട് ചെയ്തതിൽ ഇന്നുവരെ ആത്മാർത്ഥമായ കുറ്റബോധമുണ്ടായിരുന്നു അവൾക്ക്. തനുവിനോട് തുറന്ന് സംസാരിക്കാൻ 2 ദിവസമായി പട്ടിയെപ്പോലെ പിന്നാലെ നടക്കുകയാണ്. അവളാണെങ്കിൽ കണ്ട ഭാവം പോലുമില്ല. ഇവിടെ എല്ലാവരും വന്നപ്പോൾ മുതൽ അവരുടെ പിന്നാലെയാണ്. ഇഷ്ടമുള്ളതുണ്ടാക്കുന്നു, കഴിപ്പിക്കുന്നു, വിശേഷം ചോദിക്കുന്നു. ഇത്രയും ദിവസം എന്നോട് മിണ്ടാതെ നടന്ന ഏട്ടന്മാർക്ക് ആണെങ്കിൽ തനുവിനോടും കാശിയേട്ടനോടും മിണ്ടുമ്പോൾ തേനൊലിച്ച് ചാടുകയാണ്. അവർ മാത്രമല്ല, കാശിയേട്ടനും തനുവും വന്നതിന് ശേഷം ഇവിടെ ഞാനെന്നൊരാൾ ഉള്ള ഭാവം പോലും കാണിക്കുന്നില്ലാരും. എന്നെ സ്നേഹത്തോടെ നോക്കിയിരുന്ന കണ്ണുകൾ അവളുടെ നേരെ തിരിയുമ്പോൾ താങ്ങാൻ പറ്റുന്നില്ല. അല്ലെങ്കിലും ഞാൻ സ്വന്തം മകൾ അല്ലല്ലോ. അപ്പോൾ പിന്നെ ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. കാശിയോട് പഴയ ഫീലിങ്സ് ഒന്നുമില്ല ഇപ്പോൾ. പക്ഷേ തനുവിനോടുള്ളിൽ കുഴിച്ചു മൂടി അസൂയ വീണ്ടും മുളപ്പൊട്ടി വരുന്നത് അവൾ അറിഞ്ഞു. തനുവിൻ്റെ അവഗണന കൂടി വളമായപ്പോൾ അത് വളർന്ന് വെറുപ്പായി മാറി തുടങ്ങിയിരുന്നു. മയക്കം കഴിഞ്ഞ് മുറിക്ക് വെളിയിൽ ഇറങ്ങിയ തനുവിൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ച് സ്വന്തം റൂമിലേക്ക് കൊണ്ടുപോയി നീലു. നിനക്കെന്താ എന്നോട് സംസാരിച്ചാൽ കുഴപ്പം? വിളിച്ചാൽ ഫോൺ എടുക്കില്ല, മെസ്സേജിന് റിപ്ലൈ ഇല്ല. ഇപ്പോൾ തന്നെ 2 ദിവസമായി ഞാൻ നിന്റെ പിന്നാലെ സംസാരിക്കാനായി നടക്കുന്നു. കണ്ട ഭാവമുണ്ടോ നിനക്ക്? നീലു, എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല. പക്ഷെ പഴയതുപോലെ ഒരടുപ്പം ഇപ്പോൾ തോന്നുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയേണ്ടത്. അന്ന് ഞാൻ പറഞ്ഞതെല്ലാം കേട്ട് കരഞ്ഞു കൊണ്ടുപോകുമ്പോൾ നിനക്കറിയാമായിരുന്നു അതല്ല സത്യമെന്ന്. നീയല്ല, ഞാനാണ് അനാഥയെന്ന്. എന്നിട്ട് നീ ഇറങ്ങിപ്പോയി. ദൈവം സഹായിച്ച് കുഴപ്പമൊന്നും കൂടാതെ തിരിച്ചു വരികയും ചെയ്തു. ഇവിടെ എല്ലാവരും എന്നോട് ക്ഷമിച്ചു. എന്നിട്ടും നിനക്കെന്താ എന്നോട് ക്ഷമിക്കാൻ പറ്റാത്തത്? എനിക്ക് നിന്നോട് ദേഷ്യമൊന്നും ഇല്ലെന്ന് ഞാൻ പറഞ്ഞു നീലു. മറ്റൊന്നും എനിക്ക് പറയാനായില്ല. എല്ലാം കൂടി എനിക്ക് ഭ്രാന്ത് പിടിക്കുകയാണ്. എല്ലാവരും എന്നെ അവഗണിക്കുകയും നിന്നെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ നിയന്ത്രണം വിട്ടുപോകുകയാ. നിനക്കറിയോ, അന്നത്തെ സംഭവം കഴിഞ്ഞതിൽ പിന്നെ ഏട്ടന്മാർ 2 പേരും എന്നോട് മിണ്ടിയിട്ടില്ല. അച്ഛന്മാരും അമ്മമാരും ഒക്കെ നീ വരുന്നത് വരെ എൻ്റെ അടുത്ത് പഴയതുപോലെയായിരുന്നു. ഇപ്പോൾ നീ വന്നതിന് ശേഷം അവരും എന്നെ കണ്ട ഭാവം നടിക്കുന്നില്ല. കാശിയേട്ടൻ എനിക്ക് വേണ്ട, നീ എടുത്തോ. പക്ഷെ എനിക്കും ആരെങ്കിലുമൊക്കെ വേണം തനു. അനാഥയായി എനിക്ക് ജീവിക്കണ്ട. ഇത്രയും കാലം എനിക്ക് എല്ലാവരും ഉണ്ടായിരുന്നു. അച്ഛനും അമ്മയും വല്യച്ഛനും വല്യമ്മയും ഏട്ടന്മാരും ചേച്ചിയും ബന്ധുക്കളും എല്ലാം. ഇനി നീ കാരണം അതെല്ലാം ഇല്ലാതെയായി സഹിക്കില്ലെന്ന്. ഇത്ര നാളും ഈ വീട്ടിൽ എനിക്ക് ശേഷമാണ് നിന്റെ സ്ഥാനം. ഇനിയും അങ്ങനെ മതി. മനസ്സിലാകുന്നുണ്ടോ നിനക്ക്? കല്യാണത്തിൽ താൻ കണ്ട അതേ ഭാവമാണ് ഇപ്പോൾ നീലുവിന് എന്നവൾ ഓർത്തു. തനു ഭീതിയോടെ മുറിക്ക് പുറത്തേക്ക് പോയി. അവൾ പോകുന്ന വഴി നോക്കിയിരുന്ന കണ്ണുകളുമായി നിൽക്കുകയായിരുന്നു നീലു. കാശിയെ കണ്ടപ്പോൾ അവൾ പെട്ടെന്ന് അകത്തേക്ക് വലിഞ്ഞു. നീലു പറഞ്ഞതൊന്നും കേട്ടില്ലെങ്കിലും എന്തോ കുഴപ്പമുണ്ടെന്ന് അവന് മനസ്സിലായി. തനു കാശിയടക്കം ആരോടും ഒന്നും പറഞ്ഞില്ല. പരമാവധി നീലുവിനെ വേദനിപ്പിക്കാതിരിക്കാൻ എല്ലാത്തിൽ നിന്നും ഉൾവലിഞ്ഞു നിന്നു. ഇനിയും താൻ കാരണം അവൾക്ക് അനാഥത്വബോധം ഉണ്ടാകാൻ ഇടയാകില്ല എന്നവൾ നിശ്ചയിച്ചിരുന്നു. രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ കാശി തനുവിൻ്റെ വലതുവശത്തും നീലുടെ വശത്തും വന്നിരുന്നു. എല്ലാവരുടെയും ശ്രദ്ധ തനുവിലേക്കായതുകൊണ്ട് തന്നെ നീലുവിൻ്റെ മ്ലാനമായ മുഖം ആരും ശ്രദ്ധിച്ചില്ല. തന്നെ പരിഗണിക്കാതെ എല്ലാവരും തനുവിനെ ശ്രദ്ധിക്കുന്നത് നീലുവിൽ നീരസം ഉണ്ടാക്കി. അവൾക്ക് ആ നിമിഷത്തിൽ തനുവിനോട് കടുത്ത വിരോധം തോന്നി. തനു വെള്ളമെടുക്കാൻ എഴുന്നേറ്റ സമയത്ത് ആരും കാണാതെ അവളിരുന്ന കസേല കൊണ്ട് പുറകിലേക്ക് മാറ്റിയിട്ടു നീലു. എന്നിട്ടും ഒന്നും അതുപോലെ കഴിച്ചു കൊണ്ടിരുന്നു. തനുവിത് അറിയാതെ ഇരിക്കാൻ പോയപ്പോഴേക്കും കാശി അവളെ ഇടുപ്പിൽ പിടിച്ച് വീഴാതെ നിർത്തി. തനുവിൻ്റെ കയ്യിലെ ഗ്ലാസ് താഴെ വീണ് പൊട്ടിച്ചിതറി. എല്ലാ കണ്ണുകളും അവളിലേക്കായി. അബദ്ധം പറ്റിയതാണെന്ന് കരുതി എല്ലാവരെയും നോക്കി ഒന്നൊളിച്ച് കാണിച്ച ശേഷം കാശിയുടെ കൈയെടുത്ത് മാറ്റി കസേര നേരെയിട്ട് തനിയിരുന്നു. നീ ഇതുവരെ വീഴാതെന്ന് ഇരിക്കാൻ പോലും പഠിച്ചില്ലേ തനു? ഹരിയുടെ ചോദ്യം കേട്ട് എല്ലാവരും പൊട്ടിച്ചിരിച്ചു. കാശിയുടെ മാത്രം കണ്ണുകൾ നീലുവിൻ്റെ നേരെയായിരുന്നു.